നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സ്പെയ്ഡെക്സ് ദൗത്യത്തിനുള്ള പേടകങ്ങളും വഹിച്ചുള്ള PSLV റോക്കറ്റിന്റെ വിക്ഷേപണമായിരുന്നു ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടന 2024 നടത്തിയ അവസാന ദൗത്യം. പുതുവർഷം പിറന്നിരിക്കുകയാണ്. പുതുവർഷത്തിൽ പുതിയ നേട്ടം, പുതുചരിത്രം കൂടെ രചിക്കാൻ ഒരുങ്ങുകയാണ് ISRO. ഗതി നിയന്ത്രണ സംവിധാനങ്ങൾക്കുള്ള ഉപഗ്രഹമായ NVS-02 വഹിച്ച് ജനുവരിയിൽ ഇന്ത്യയുടെ GSLV കുതിച്ചുയരും. അപ്പോൾ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ മറ്റൊരു ചരിത്രം കൂടെ പിറക്കും. ഇവിടെ നിന്നുള്ള 100ാമത്തെ റോക്കറ്റ് വിക്ഷേപണമായിരിക്കും ഇത്. ഉപഗ്രഹങ്ങൾ ഭ്രമണപഥത്തിലെത്തിയെന്ന് വിവരം അറിയിച്ചതിന് പിന്നാലെയാണ് ISRO ചെയർമാൻ S. സോമനാഥ് ഈ 100ാമത്തെ വിക്ഷേപണത്തിന്റെ കാര്യം കൂടി വ്യക്തമാക്കിയത്. 100ാം വിക്ഷേപണം പുതുവർഷത്തിൽ ആദ്യ മാസം തന്നെ ഉണ്ടാകും. സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് 100ാമത്തെ വിക്ഷേപണം നടക്കുക. എന്തായാലും സതീഷ് ധവാൻ സ്പേസ് സെന്റർ നമ്മുടെ അഭിമാനമാണ്. 1971 ഒക്ടോബർ 1 സതീഷ് ധവാൻ സ്പേസ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായത്. ചെന്നൈയിൽ നിന്ന് 80 കിലോമീറ്റർ അകലെ ആന്ധ്രാപ്രദേശിൽ ശ്രീഹരിക്കോട്ടയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ശ്രീഹരിക്കോട്ട റേഞ്ച് എന്നായിരുന്നു വിക്ഷേപണ കേന്ദ്രത്തിന്റെ ആദ്യ പേര്. 2002 സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന് പേര് മാറ്റി. അതുവരെ റോക്കറ്റ് വിക്ഷേപണം നടത്തിയിരുന്നത് കേരളത്തിലെ തുമ്പയിൽ നിന്നായിരുന്നു. 2 വിക്ഷേപണ തറകളാണ് സതീഷ് ധവാൻ സ്പേസ് സെന്ററിനുള്ളത്. ആദ്യ വിക്ഷേപണം 1979 ഓഗസ്റ്റിൽ നടന്നു. ഇത് പക്ഷേ ഭാഗികമായിട്ട് മാത്രമേ വിജയിച്ചുള്ളൂ, ഒരു പൂർണ്ണ വിജയമായിരുന്നില്ല. 1980 ജൂലൈ 18 രോഹിണി ഉപഗ്രഹത്തെ ഇന്ത്യയുടെ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ഭ്രമണപഥത്തിലെത്തിച്ചു. കൂടുതൽ ഭാരം വഹിക്കാനുള്ള ASLV 1987 വന്നു. 1994 PSLVയും 2001 വാർത്താവിനിമയ ഉപഗ്രഹങ്ങളെ ഭൂസ്ഥിര ഭ്രമണപഥത്തിലെത്തിക്കാനുള്ള GSLVയും എത്തി. എന്തായാലും ശ്രീഹരിക്കോട്ടയിലെ വിക്ഷേപണ കേന്ദ്രം 100ാം വിക്ഷേപണത്തിന് ഒരുങ്ങുകയാണ്. തമിഴ്നാട്ടിലെ കുലശേഖര പട്ടണത്ത് മറ്റൊരു വിക്ഷേപണ കേന്ദ്രത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. 2 വർഷം കൊണ്ട് ഇത് പ്രവർത്തന സജ്ജമാകും എന്നാണ് അധികൃതരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ചെറിയ ഉപഗ്രഹങ്ങൾ കുറഞ്ഞ ചെലവിൽ വിക്ഷേപിക്കാനുള്ള സ്മോൾ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിൾ ആയിരിക്കും ഇവിടെ നിന്ന് വിക്ഷേപിക്കുക. അതേസമയം കഴിഞ്ഞ ദിവസമൊക്കെ രാജ്യത്തിന് വളരെ അഭിമാനകരമായ ഒരു നേട്ടമായിരുന്നു ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ISROയുടെ PSLV C-60 വിക്ഷേപണം വിജയകരമായത്. സ്പേസ് ഡോക്കിംഗ് പരീക്ഷണത്തിനുള്ള സ്പെഡെക്സ് ഇരട്ട ഉപഗ്രഹങ്ങളെ കൃത്യമായി ഭ്രമണപഥത്തിൽ സ്ഥാപിക്കാൻ PSLVക്ക് സാധിച്ചു. സ്പെഡെക്സ് ഉപഗ്രഹങ്ങളിൽ നിന്ന് സിഗ്നൽ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ജനുവരി 7 ഇരട്ട ഉപഗ്രഹങ്ങൾ ഒത്തുചേർന്ന ഡോക്കിംഗ് നടക്കുക. PSLV റോക്കറ്റിന്റെ 4ാം ഘട്ടത്തെ ബഹിരാകാശത്ത് നിലനിർത്തി ചെറു പരീക്ഷണങ്ങൾ നടത്താൻ അവസരം നൽകുന്ന POEM പദ്ധതിയുടെ ഭാഗമായി 24 ചെറു പരീക്ഷണങ്ങളും ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട്. ഇതിൽ തിരുവനന്തപുരത്തെ IIST വിദ്യാർത്ഥികൾ നിർമ്മിച്ച പൈലറ്റ് 2 അഥവാ ഗ്രേസ് എന്ന പേലോഡും ഉണ്ട് എന്നതും ശ്രദ്ധേയം. ബഹിരാകാശത്ത് നിന്ന് മാലിന്യങ്ങൾ പിടിച്ചെടുക്കാൻ കെൽപ്പുള്ള യന്ത്രക്കൈ, ബഹിരാകാശ നിലയത്തിൽ ഉപയോഗിക്കാൻ പദ്ധതിയിടുന്ന വാൾക്കിംഗ് റോബോട്ടിക് ആമും ബഹിരാകാശത്ത് വിത്ത് മുളപ്പിക്കുന്ന ക്രോപ്സും പേലോഡുകളിൽ ഉണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.